നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി മലയാളികളുടെ ഏറെ നാളത്തെ സ്വപ്നം പൂവണിയുന്നു. അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് നാട്ടിലേക്ക് കപ്പലിൽ യാത്ര ചെയ്യാം. ഗൾഫിൽ നിന്നുള്ള യാത്രാ കപ്പൽ സർവീസിന് കൊച്ചി വിമാനത്താവള കമ്പനി സിയാൽ മാതൃകയിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ കമ്പനി ആലോചനയിലെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രവാസികളെ നിരാശരാക്കാതെ ഇതിൽ അന്തിമ തീരുമാനം ഉടൻ തന്നെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതി നടപ്പായാൽ പിന്നെ വിമാന കമ്പനികളുടെ കൊള്ളയിൽ നിന്ന് പ്രവാസികൾക്ക് രക്ഷപ്പെടാം. സർക്കാരും കേരള മാരിടൈം ബോർഡും നോർക്കയും നിക്ഷേപകരും ഉൾപ്പെടുന്നതാകും കമ്പനി. കേരള UAE സെക്ടറിൽ കപ്പൽ സർവീസിനുള്ള സാധ്യതകളെപ്പറ്റി ചർച്ചകൾ നടക്കുകയാണെന്ന് കേരള മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള പറഞ്ഞു. ഗൾഫിലും ഇന്ത്യയിലുമുള്ള വിവിധ ഷിപ്പിംഗ് കമ്പനികൾ നിക്ഷേപത്തിന് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന സാധാരണക്കാരായ പ്രവാസികളിൽ നിന്ന് വിമാന കമ്പനികൾ ഉത്സവ സീസണുകളിൽ ഭീമമായ തുകയാണ് ഈടാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കപ്പൽ സർവീസ് എന്ന ആശയം ഉയർന്നതും തുറമുഖ വകുപ്പിന്റെ നേതൃത്വത്തിൽ ചർച്ച ആരംഭിച്ചതും. ചർച്ചകളിൽ ഇക്കാര്യത്തിൽ അനുകൂല സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഒരു ട്രിപ്പിൽ 1500 പേരെ കിട്ടുക പ്രയാസമല്ലെന്നാണ് പ്രവാസി സംഘടനാ പ്രതിനിധികൾ അറിയിച്ചത്. ഒരു എയർ ട്രിപ്പിൽ 150 മുതൽ 200 യാത്രക്കാരുണ്ടാകും. കപ്പലിൽ 10,000 രൂപ നിരക്കിൽ യാത്ര ചെയ്യാമെങ്കിൽ വിമാന കമ്പനികൾ 20,000 മുതൽ 60,000 രൂപ വരെയാണ് ഈടാക്കുന്നത്. വിമാനത്തിൽ 15 മുതൽ 30 കിലോഗ്രാം ലഗേജിന്റെ സ്ഥാനത്ത് കപ്പലിൽ 40 മുതൽ 50 കിലോഗ്രാം അനുവദിക്കുന്നതാണ് മറ്റൊരു മെച്ചം. 3.5 ദിവസം മതി കപ്പലിൽ കേരളത്തിലെത്താൻ. ഗൾഫിലും ഇന്ത്യയിലുമുള്ള വിവിധ ഷിപ്പിംഗ് കമ്പനികൾ നിക്ഷേപത്തിന് തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രവാസി മലയാളികൾക്കും നിക്ഷേപം നടത്താം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ആസ്ഥാനമായ ഷിപ്പിംഗ് കമ്പനി ഷാർജയിലുള്ള കമ്പനിയുമായി ചർച്ച നടത്തി. തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സൗദി കമ്പനി ഉന്നയിച്ച 50 ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു. തൃപ്തികരമാണെന്ന മറുപടിയാണ് ഇവരിൽ നിന്ന് ലഭിച്ചത്. മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെയും കേരള മാരിടൈം ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ പ്രതിനിധികൾ UAEയിലെത്തി പ്രവാസി മലയാളി സംഘടനാ പ്രതിനിധികളുമായി കഴിഞ്ഞ മാസം നടത്തിയ ചർച്ചയും അനുകൂലമാണ്. നിക്ഷേപകരുണ്ടോ എന്നതിനെ ആശ്രയിച്ചാകും പദ്ധതിയുമായി മുന്നോട്ടു പോവുക. കപ്പലും യാത്രക്കാരെയും കിട്ടുക എന്നതാണ് പ്രധാനമായ കാര്യം. കമ്പനി രൂപവത്കരിച്ചു കഴിഞ്ഞാൽ ഓഹരി വിൽപ്പനയിലൂടെ പണം കണ്ടെത്തി സാധ്യതാ പഠനം ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കും. പ്രവാസികളിൽ നിന്ന് അമിത ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്ന വിമാന കമ്പനികൾക്ക് വൻ തിരിച്ചടിയാണ് ഈ നീക്കം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.